ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗ്ലാസ് പെയിൻറ്റിംഗ് ട്യൂട്ടോറിയലാണ്. ഗ്ലാസ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഗ്ലാസ് പെയിൻറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഈ വീഡിയോടൊപ്പം തന്നെ എനിക്ക് അറിയാവുന്ന ടിപ്സുകളും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ബ്രാൻഡ്സിൻ്റെ ഗ്ലാസ് പെയിൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫെവിക്രിലിൻ്റെ വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 6 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒന്ന് ടൊമാറ്റോ റെഡ്, ഗോൾഡൻ യെല്ലോ, സീ ബ്ലൂ, ക്രിസ്റ്റൽ ഗ്രീൻ കളർ, ബ്രൗൺ കളർ ആൻഡ് പിങ്ക്. ഇതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ഔട്ട്ലൈനറും വരുന്നുണ്ട്. ഗ്ലാസ് ഔട്ട്ലൈനർ ഇതിൽ ബ്ലാക്ക് കളറാണ്. പിന്നെ ഈ ഔട്ട്ലൈനർ പല നിറങ്ങളിലും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഗ്ലാസ് ഗാലറീസിൻ്റെ വിൻഡോ കളേഴ്സാണ്. ഈ വിൻഡോ കളേഴ്സും വാട്ടർ ബേസ്ഡ് കളേഴ്സാണ്. 8 പ്രൈമറി കളേഴ്സിനോടൊപ്പം തന്നെ ഗ്ലാസ് കോമ്പിംഗ് ടൂളുമുണ്ട്. നമുക്ക് പെയിന്റിങ്ങിന് ഈ ടൂള് നിർബന്ധമല്ല. കുപ്പിയോടൊപ്പം തന്നെ പെയിന്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോസിലുണ്ട്. അതിന് പ്രത്യേകം നമ്മൾ ഗ്ലാസ് കോമ്പിംഗ് ടൂള് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഗ്ലാസ് പെയിന്റ് ചെയ്യുന്നവരാണെങ്കിൽ സിമ്പിളും ഇത്തിരി വലിപ്പം കൂടിയ ഡിസൈൻസും ആയിരിക്കും നല്ലത്. അല്ലാതെ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ പെയിന്റ് ചെയ്ത് നല്ല പഴക്കം വന്നതിന് ശേഷം ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് പെയിന്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഗ്ലാസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഗ്ലാസ് വെറ്റ് കോട്ടണോ സ്പെയർ ക്ലോത്തോ ഉപയോഗിച്ച് ഗ്ലാസിന്റെ ഇരുവശവും നന്നായി ക്ലീൻ ചെയ്ത് ഉണങ്ങാൻ വയ്ക്കും. പിന്നെ ഗ്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ തീരെ കനം കൂടിയതും കനം കുറഞ്ഞതുമായിട്ടുള്ള ഗ്ലാസ് അവോയ്ഡ് ചെയ്യുക. ഗ്ലാസിന്റെ വെയിറ്റ് കാരണം കൊണ്ട് തന്നെ പൊട്ടിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് 3mm അല്ലെങ്കിൽ 4mm തിക്നെസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഗ്ലാസിന്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത് 8 ഇഞ്ച് by 6 ഇഞ്ച് ആയിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലാസ് സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്നുള്ളത് OHP ഷീറ്റ് ഉപയോഗിക്കുക എന്നതാണ്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് പെയിന്റ് ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്ലാസിന് മുകളിൽ കാർബൺ പേപ്പർ വെച്ച് അതിന് മുകളിൽ ഡിസൈൻ ഷീറ്റ് വെച്ച് പെൻസിലോ പേനയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസൈൻ കോപ്പി ചെയ്യാവുന്നതാണ്. പാറ്റേൺ നീങ്ങിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ സൈഡിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് നിങ്ങൾക്ക് ഡിസൈൻ കോപ്പി ചെയ്യാം. വേറൊരു രീതി എന്ന് പറയുന്നത് പ്രിന്റഡ് ഡിസൈൻ ഗ്ലാസിന് അടിയിൽ വെച്ചിട്ട് ഗ്ലാസിന് മുകളിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഗ്ലാസ് ഔട്ട്ലൈനർ കൊടുക്കാവുന്നതാണ്. ഗ്ലാസ് ഔട്ട്ലൈനർ പാക്കിൽ തന്നെ അതിനോടൊപ്പം ഒരു നോസിലുണ്ട്. ആ നോസിൽ ശ്രദ്ധിച്ച് വേണം ഫിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് തുറക്കുകയാണെങ്കിൽ അതിലുള്ള പെയിന്റ് അത്രയും പോകും. ഔട്ട്ലൈനറിന്റെ നോസിൽ ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ട്യൂബിലുള്ള പെയിന്റ് ഗ്ലാസ്സിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കോട്ടൺ എടുത്ത് അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ട്യൂബിനകത്ത് ബബിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണ് ഇത് ചെയ്യുന്നത്. ട്യൂബിൻ്റെ ബാക്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ കൊടുത്ത് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ തന്നെ ഇടവിട്ടാണ് നിങ്ങളുടെ ബ്ലാക്ക് ലൈൻ വരുന്നതെങ്കിൽ അതിനർത്ഥം കൊടുക്കുന്ന പ്രഷർ വേരിയേഷൻ ഉണ്ടെന്നാണ്. ഡിസൈനിൻ്റെ ഫിനിഷിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പതുക്കെ വരച്ചാൽ മതിയാകും.
ഗ്ലാസ് ഔട്ട്ലൈനർ ഇട്ടതിന് ശേഷം അരമണിക്കൂർ ഡ്രൈ ആകാനായിട്ട് വയ്ക്കണം. 15 മിനിറ്റ് മതിയാകും. ചിലപ്പോൾ ചില ഭാഗങ്ങൾ നന്നായിട്ട് ഉണങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് അരമണിക്കൂർ തന്നെ ഇത് നല്ല രീതിയിൽ ഉണങ്ങാനായിട്ട് വയ്ക്കേണ്ടത് ആവശ്യമാണ്. ഔട്ട്ലൈനർ നന്നായി ഉണങ്ങിയതിന് ശേഷം അതിന് ചുറ്റുമുള്ള കാർബൺ പേപ്പറിൻ്റെ കളറ് നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് മാറ്റാം. അതിനുശേഷം ഔട്ട്ലൈനറിനകത്ത് ഗ്ലാസ് കളേഴ്സ് ഫില്ല് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ്. പിന്നെ ടൂത്ത് പിക്ക് ഉണ്ട്. ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നത് ബബിൾസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസൈനിനകത്ത് കളർ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് കോമ്പിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ബബിൾസ് കുത്തിപ്പൊട്ടിക്കുന്നതിനും സ്പൂൺ പോലത്തെയുള്ള ഭാഗം പെയിൻറ് എല്ലാ സ്ഥലത്തും യൂണിഫോമായി സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഗ്ലാസ് കളർ എടുക്കുമ്പോൾ അധികം ഷേക്ക് ചെയ്യാതിരിക്കുക. ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബബിൾസ് ഫോം ചെയ്യുകയും തീരെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് പൊട്ടിക്കുന്നതിന് വളരെ പ്രയാസമാണ്. ഗ്ലാസ്സിന് പുറത്തോടെ നല്ല രീതിയിൽ ബബിൾസ് ഉണങ്ങിയത് നന്നായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുന്നത് ഡ്രോബാക്ക് ആണ്.
പെയിന്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഡിസൈനിനെ ഫ്രെയിമിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ പെയിന്റ് നമ്മുടെ വീട്ടിലുള്ള മിററിലോ ഗ്ലാസ് ഉപകരണങ്ങളിലൊന്നും ഉപയോഗിക്കരുത്. കാരണം അറിയാലോ, തിക്നെസ് കൂടും തോറും അത് തനിയെ പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്കിത് വാൾ ഡെക്കറായിട്ടും ഗിഫ്റ്റ് കൊടുക്കാനും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ ഈസിയാണ്. അതുകൊണ്ട് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്